ഈ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഒരു കാര്യം സുവ്യക്തമായി. പുറമേ നിന്നുള്ള അത്യന്തം ക്രിമിനലായ ഇടപെടൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുണ്ടായി. തൊട്ടയൽവാസിയുടെ പേരിൽ നൽകിയ അപേക്ഷയിലാണ് ഇവയൊക്കെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ആണ് അത് ചെയ്തത് എന്നതിനുള്ള തെളിവാണ് 14 മിനിറ്റിൽ ഈ 12 അപേക്ഷയൊക്കെ നൽകാൻ കഴിഞ്ഞത് പോലും. 35 സെക്കൻഡിൽ 2 അപേക്ഷയൊക്കെ നൽകണമെങ്കിലും സോഫ്റ്റ്വെയറിനല്ലാതെ സാധിക്കുകയുമില്ല. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കുറെ കാലമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവയൊന്നും തെളിവില്ലാത്തതിനാൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴത്തെ ആരോപണം വോട്ടിംഗ് യന്ത്രത്തിനും അപ്പുറത്തെത്തിയിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വോട്ടുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ആരാണ് അത് ചെയ്തത് എന്ന് കൂടി അറിയാമെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. ആ പേര് ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ 2ാം വാർത്താ സമ്മേളനം കൂടി കഴിഞ്ഞതോടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് സംവിധാനം അത്യന്തം ഗുരുതരമായ വിശ്വാസ്യതാ പ്രശ്നം നേരിടുകയാണ്. നമുക്കുമേൽ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് വരി നിന്ന് വോട്ട് ചെയ്യുന്നത്? ആ ചോദ്യത്തിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി ഉത്തരം പറയേണ്ടത്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.